പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ സംസ്ഥാനം സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ 204 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതോടെ സ്ഥാനാർത്ഥികളുടെ പൂർണ്ണമായ ചിത്രം തെളിയും. വിജിൻ വായന്തോടുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. വിജിൻ, എങ്ങനെയാണ് പ്രചാരണമൊക്കെ തന്നെ നടക്കുന്നത്? വലിയ കൊടും ചൂടാണ് സംസ്ഥാനത്താകെ തന്നെ. അതും ഈ ഒരു ഉച്ച സമയങ്ങളിലൊക്കെ തന്നെ പ്രചാരണം നടക്കുന്നത്. ഉച്ച സമയമല്ല, രാവിലെ തന്നെ വലിയൊരു ചൂടൊക്കെ നാട്ടിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം? ഒപ്പം തന്നെ അവരുടെ കൂടെയുള്ള പ്രവർത്തകർ, അവരുടെ പ്രചാരണമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇനിയിപ്പോൾ ചിത്രം കൂടി തെളിയുമ്പോൾ എങ്ങനെയായിരിക്കും? തീർച്ചയായും കീർത്തി, വലിയ ചൂട് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചൂടിലും തെരഞ്ഞെടുപ്പ് ചൂടിൻ്റെ ആവേശം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്ന് മുന്നണികളും വലിയ ആവേശത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. ഒപ്പം തന്നെ പ്രവർത്തകരും ആ ആവേശത്തിൽ തന്നെയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇന്നലെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചതോടുകൂടി 204 സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്ത് ഉള്ളത്. തിങ്കളാഴ്ച ഈ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കൂടി കഴിയുന്നതോടുകൂടി പൂർണ്ണമായ ഒരു ചിത്രം വരും. എന്തായാലും 290 പേരായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതിൽ 86 എണ്ണമാണ് ഇന്നലെ സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നാമനിർദ്ദേശം നൽകിയിരുന്ന തങ്കരാജ് റസാലത്തിൻ്റെ ഭാര്യ ഷെർലി റസാലത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. CSI സഭയുടെ മുൻ ബിഷപ്പ് കൂടിയായിരുന്നു റസാലം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് രീതിയിൽ CSI വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ചർച്ചകൾ ഒക്കെ ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വന്നിരുന്നു. എന്തായാലും ഈ ഷെർലി റസാലത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടുകൂടി അതിൽ ഒരു രാഷ്ട്രീയ ചർച്ച കൂടി നിലവിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഡമ്മി സ്ഥാനാർത്ഥികളായി കൊടുത്തവരുടെ പത്രികയൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവസാനം ഇപ്പോൾ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് ഉള്ളത് 204 പേരാണ്. വലിയ ആവേശത്തിൽ ഇവരെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. എന്തായാലും LDFിൻ്റെയും UDF ൻ്റെയും ഒപ്പം NDAയുടെയും സ്ഥാനാർത്ഥികൾ നിലവിൽ ഈ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലും സജീവമായ പ്രചാരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ട പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുന്നു. എന്താ ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ പ്രചാരണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മുന്നണികളും. ഈ NDA സ്ഥാനാർത്ഥികൾ 3 പേരാണ് പ്രധാനമായും മത്സരരംഗത്ത് ഉള്ളത്. ഒന്ന് രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി V മുരളീധരൻ, ഒപ്പം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എന്നിവരാണ്. ഇവർക്കെതിരെ ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെ മുന്നിൽ നിർത്തിയുള്ള ഒരു മത്സരം. ഇത്തവണ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഇത്തവണയും കഴിയില്ല എന്ന പ്രചാരണമാണ് പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് തന്നെ വലിയ തരത്തിലുള്ള വർഗീയ കലാപങ്ങളും ഒപ്പം തന്നെ വർഗീയ ധ്രുവീകരണവും ഒക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന പ്രചാരണം തന്നെയാണ് പ്രധാനമായും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനങ്ങൾ, സാമ്പത്തികമായി നടത്തുന്ന വിവേചനങ്ങൾ ഒക്കെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള പ്രചാരണ രീതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ ക്യാമ്പയിനർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം കഴിഞ്ഞ മാസം 30-ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടന പരിപാടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെടെ ഇന്നലെ വലിയ തരത്തിലുള്ള ആവേശം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു പ്രചാരണ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും 22-ാം തീയതി വരെയാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം എന്ന് പറയുന്നത്. കണ്ണൂരിലാണ് പ്രചാരണ പരിപാടികൾ അവസാനിക്കുക. മുഖ്യമന്ത്രി ഓരോ മണ്ഡലത്തിലും 3 വീതം കേന്ദ്രങ്ങളിലാണ് പ്രസംഗിക്കുന്നത്. മുഖ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിഷയം, ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് രാജ്യത്ത് ഇനിയൊരു തിരഞ്ഞെടുപ്പ് വേണോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട അതിൻ്റെ പ്രാധാന്യം കൂടി പറഞ്ഞുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ ഞെരുക്കാനുള്ള നീക്കങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ പല പദ്ധതികളെയും തകർക്കാനുള്ള നീക്കങ്ങൾ ഒക്കെ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ, വലിയ തരത്തിലുള്ള വിവേചനം സംസ്ഥാനത്തോട് കാണിക്കുമ്പോൾ അതിനെതിരായ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കാൻ നിലവിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു പോയ UDF അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന ഒരു ബോധ്യത്തിൽ മോദിയെ താഴെയിറക്കുക എന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേരളം ഈ UDFന് 19 MPമാരെ സംഭാവന ചെയ്തത്. പക്ഷേ അവർക്ക് ഈ
രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് നീതി പുലർത്താൻ കഴിഞ്ഞില്ല. രാജ്യത്ത് ഇത്രയും വലിയ രീതിയിലുള്ള ഭരണഘടന തകർക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ പാർലമെൻറ്റിൽ ഉൾപ്പെടെ മാളത്തിൽ ഒളിക്കുകയായിരുന്നു ഇവിടെ നിന്ന് പോയ എംപിമാർ എന്നുള്ള കാര്യം കൃത്യമായി ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട്, ഒപ്പം തന്നെ ഇടതുപക്ഷം മാത്രമായിരുന്നു പല പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉണ്ടാകുമ്പോൾ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഒക്കെ പാർലമെൻറ്റിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ, പ്രതിരോധം തീർക്കാൻ ഇടതുപക്ഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് എംപിമാർ പാർലമെൻറ്റിൽ എത്തുകയും അവിടെ എത്തിയാൽ അവർ BJPയായി മാറുന്ന കാഴ്ചയാണ് നിരന്തരമായി കാണുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ ഒരു UDF അംഗങ്ങളെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് എന്ന ചോദ്യം ആവർത്തിച്ച് എല്ലാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യമന്ത്രി ഉയർത്തുകയും ചെയ്യുന്നു. അതിനെ പ്രതിരോധം തീർക്കാനുള്ള നീക്കങ്ങൾ UDFൻ്റെ ഭാഗത്തുണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് ഈ ക്യാമ്പയിൻ നയിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം മത്സരരംഗത്തുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രചാരണ പരിപാടികൾ സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമായി കഴിയുകയും ചെയ്തു. ഒപ്പം തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്ത് ഉള്ളതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കൾ ആരൊക്കെ ഇനി അവസാനഘട്ട ഈ പ്രചാരണത്തിന് കേരളത്തിലേക്ക് എത്തും എന്നുള്ളതും കാണുന്നതാണ്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് ഉൾപ്പെടെ അമിത്ഷാ എത്തും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ പ്രചാരണ പരിപാടി റദ്ദ് ചെയ്തു എന്നുള്ള നിർദ്ദേശമാണ് ഇന്നലെ BJP നേതൃത്വത്തിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആവേശം പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ ഏതൊക്കെ കേന്ദ്ര നേതാക്കൾ, മോദി ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ എത്തുമോ, മറ്റ് LDFൻ്റെയും അതുപോലെ തന്നെ UDFൻ്റെയും ഏതൊക്കെ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ടാകും, വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി മറ്റ് മണ്ഡലങ്ങളിലേക്ക് പ്രചാരണത്തിന് എത്തുമോ എന്ന കാഴ്ചയൊക്കെ കാണാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആവേശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ തന്നെ എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കൂടി അവസാനിക്കുന്നതോടുകൂടി പൂർണ്ണമായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ചിത്രം പുറത്തുവരും. അതിനുശേഷം ആകും ഏറ്റവും അവസാനത്തെ ആവേശത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുക. കീർത്തി.